ഗബ്രി മതിയടാ. എന്ത് മതി എന്ന് പറയാൻ ഇപ്പൊ എന്റെ ലക്ഷ്യം ജയിക്കണം എന്നുള്ളതാണ്. ഗബ്രിയും റസ്മിനും കൂടി ജാസ്മിനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ? വെറുതെ ജാസ്മിൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. സായിയെ കണ്ടാ പോയി കെട്ടിപ്പിടിച്ച് കരയും, ഗബ്രിയോട് കരയും. ഇതൊക്കെ കാണുന്ന സമയത്ത് ജാസ്മിൻ ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അതല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇമോഷൻ, അതായത് നമുക്ക് പ്രേക്ഷകർ കണക്ട് ആവാത്ത രീതിയിലുള്ള ഒരു ഇമോഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ റസ്മിൻ ഇനി മതിയാക്ക്, ഇനി വിജയമാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്സരയോട് ഇത് പോയി പറയുന്ന സമയത്ത് അപ്സര ആട്ടി വിടുന്നുണ്ട് റസ്മിന. തനിക്ക് എന്തിന്റെ കേടാടാ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, താൻ തന്റെ കാര്യം നോക്കുക എന്നുള്ള രീതിയിൽ മുഖത്തടിച്ച് അപ്സര റസ്മിനോട് പറയുന്നുണ്ട്. റസ്മിൻ അവിടെ തീരുന്നുണ്ട്, അത് പ്രൊമോയിൽ കാണിക്കുന്നില്ല. ഏതായാലും ഗബ്രി ജാസ്മിന് പുറത്ത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, ബാലൻസ്ഡ് ആണ്. അത് പ്രതീക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുന്ന സമയത്ത് റസ്മിൻ പറയുന്നത് 10ൽ 8 പേരും തന്നെ കെട്ടിപ്പിടിക്കുമെന്നാണ്. ഇതാണ് റോങ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് ആണ്, അതായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, എയറിൽ പോകും. അപ്പോൾ റസ്മിൻ ഈ പറഞ്ഞത് വെച്ച് പോസിറ്റീവ് ആണെന്ന് കരുതി പുറത്തിറങ്ങുന്ന ജാസ്മിൻ അത് സഹിക്കുന്നതിലും അപ്പുറമായിരിക്കാം. അതുകൊണ്ട് റിയാലിറ്റി ഗബ്രിയാണ് പറയുന്നത് എന്നും തോന്നുന്നുണ്ട്. ഏതായാലും നാളെയാണ് ഫൈനൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജിൻഡോ ആയിരിക്കുമോ, അർജുൻ ആയിരിക്കുമോ, ജാസ്മിൻ ആയിരിക്കുമോ വിജയിക്കുക? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കുക. ഇപ്പൊ നിലവിൽ 1 ലക്ഷത്തിന്റെ വോട്ടിംഗ് ലീഡ് ഉള്ളത് ജിൻഡോക്കാണ്.